പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഒരുപാട് നാളുകളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള തിരക്ക് കാരണം അതിനുള്ള സമയം കിട്ടാറില്ല. ഇവിടെ ഒരുപാട് ഭക്തര് എന്നെ കാണാൻ വരാറുണ്ട്. അവർ എൻ്റെ അടുത്ത് വന്ന് വിഷമങ്ങൾ സംസാരിക്കുകയും ആ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പലപ്പോഴും അവരുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സ്വാമിക്ക് മനസ്സിലായേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഞാൻ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും സ്വാമിക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പാലിക്കുകയും ചെയ്യുന്നത് ഇവിടെ ആൾക്കാർ വരികയോ ആൾക്കാര് പൂജകൾക്കായിട്ട് വന്ന് ഒരു സാമ്പത്തിക ലാഭത്തിനോ വേണ്ടിയിട്ടല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഇപ്പോഴാണ് ആൾക്കാർക്ക് ഒരു പക്ഷേ എന്നെ അറിയുന്നതും ഇങ്ങനെ ഒരു മഠമുണ്ടെന്നൊക്കെയും ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ സ്വാമിയുമായിട്ട് അടുത്തതും സ്വാമിയുടെ അടുത്ത് എൻ്റെ വിഷമങ്ങൾ എനിക്ക് വേറൊരാളോടും പറയാനില്ല, എൻ്റെ ഭഗവാന്റെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വർഷങ്ങളോളം സ്വാമിയുടെ ഒപ്പം നടന്നിട്ടുള്ള ഒരു ഷെറിനുണ്ട്. അന്നൊക്കെയും എനിക്ക് സ്വാമി ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ ശരീരത്തിൽ ഒരു വൈബ്രേഷനായിട്ട്. ഇന്ന് പല അമ്പലങ്ങളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വാമി വരുന്ന നൃത്തരൂപത്തിലുള്ള തുള്ളൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കണ്ടതിനെ എത്രത്തോളം ജനം അതിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ജനം അത് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോകുന്നു, തുള്ളൽ കാണുന്നു, അവർ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നു എന്ന ഒരു പ്രോസസ്സിനപ്പുറത്ത് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ശരിയാണോ എന്ന് അന്വേഷണത്തിന്റെ ഫലമായിട്ട് നമ്മൾക്ക് അതേ അനുഭവം ഉണ്ടാവാണ്. വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറയുന്ന ഒരു ശക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ആ മന്ത്രത്തിനനുസരിതമായിട്ട് നമ്മൾ വർഷങ്ങളോളം ഉപാസന ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ശക്തി അതേപോലെ തന്നെ നമ്മളിൽ ആ ഒരു കൃത്യമായ രീതികളിൽ തന്നെ നൃത്തരൂപത്തിൽ വരികയും നമുക്ക് ഒരു പ്രത്യേകതരം ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ, നമ്മളൊരു ഉപകരണമായിട്ട് മാറുന്നുണ്ട് ഏതോ ഒരു ശക്തിക്ക് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ ഒരു ശക്തിയെ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉപകരണമായി ഒരു വലിയ ഒരു ഇറ്റേണൽ എനർജിയെ, പ്രകൃതി ശക്തിയെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമുക്കതൊരു സാന്നിധ്യം അറിയിക്കുമ്പോൾ നമ്മൾ എന്തായാലും വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മൾ നടക്കുന്നു, നമ്മൾ ഇരിക്കുന്നു, നമ്മൾ മനുഷ്യന്മാരെ കാണുന്നു, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ശക്തികളുണ്ടോ എന്ന് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മളെല്ലാവരും. ദൈവികമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതിൻ്റെ ഉള്ള അനുഭവങ്ങളുള്ളവരുണ്ട്. അതുപോലെ ദുഷ്ടശക്തികളുടെ അനുഭവങ്ങളുള്ളവരും ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തിനാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അനുഭവങ്ങൾ ആവശ്യമായിട്ട് വരുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ജീവിത വിജയങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും 2 മക്കളും ഉള്ളെങ്കിൽ ഈ 4 പേരുടെ ആരോഗ്യം, അവരുടെ ആയസ്, അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയാൽ മാത്രമാണ് ആ കുടുംബത്തിന് അന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ പറ്റുള്ളൂ. അവിടെ സാമ്പത്തികത്തിന്റെ കുറവോ ആരോഗ്യപരമായ കുറവോ മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ കുടുംബത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. അപ്പൊ ഒരാൾ മാത്രം വിജയിച്ചാലും കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുമായി കൂടി നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ സന്തോഷം അനുഭവിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് സന്തോഷം കിട്ടുന്നത്.
അപ്പോ ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. ഇങ്ങനെ വരുമ്പോ എൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും ഞാൻ മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം എനിക്ക് സന്തോഷം കിട്ടണമെന്നില്ല. എൻ്റെ കുടുംബത്തിനും ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അവർക്കും അതിൻ്റെ ഒപ്പം ഒരു പോസിറ്റീവായിട്ടൊരു മനോഭാവം ഉണ്ടാവണം. എനിക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ടായി, വേറൊരാൾക്ക് പോസിറ്റീവ് മനോഭാവം ഇല്ല എങ്കിൽ അവിടെ വീട്ടിൽ കലഹം ഉണ്ടാവും. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സമയത്ത് വളരെ സന്തോഷത്തോടെ ഇരുന്ന അതേ വ്യക്തികൾ കുറച്ചു കഴിയുമ്പോൾ വളരെ വലിയ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് ആ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള മാനസിക നിലയും അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ പോസിറ്റീവും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ പോസിറ്റീവായി നമ്മുടെ ചുറ്റുമുള്ളവരും പോസിറ്റീവായി നിന്നാലാണ് നമുക്കൊരു പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിന് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എൻ്റെ ജീവിതത്തിൽ അനുഭവയോഗ്യമാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓരോ വ്യക്തികളുടെ അടുത്തും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറ്.